ബിരിയാണി ഇഷ്ടപ്പെടാത്തവരങ്ങനെ കാണത്തില്ല അല്ലേ. നമുക്ക് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന നല്ല പൊരിച്ച കോഴിൻ്റെ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ഇപ്പോൾ ബിരിയാണിക്ക് സൈഡായിട്ട് നല്ല മല്ലിയില ചട്നിയും പുളിയിഞ്ചിയും സർലാസും അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ പൊളി അല്ലേ. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അതിനു വേണ്ടി ചിക്കൻ ഒന്ന് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് മാഗ്നേറ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതേ എണ്ണയിലേക്ക് തന്നെ മസാല ജീരകം ഇട്ട് പൊട്ടിച്ച് ചെറുതായി അരിഞ്ഞ സവാളയും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള വഴന്നേരം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി വഴന്നു വരുമ്പം അതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുക. കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്തത് നല്ലതാണ്. ഞാനിവിടെ കറിവേപ്പിലയും മല്ലിയിലയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നന്നായി വഴന്നു വരുമ്പോൾ പൊടികളായ മുളക് പൊടിയും മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായി വഴറ്റിയതിന് ശേഷം നല്ല കട്ട തൈരും ഒന്നാം തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് ഒന്ന് ഗ്രേവി ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ പൊരിച്ച കോഴിയും കൂടി ആഡ് ചെയ്ത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല വയ്ക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ പൊളിയായിരിക്കും. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. നമ്മൾ മസാല ഉണ്ടാക്കിയ ചട്ടിയിൽ നിന്ന് മസാല മാറ്റിയതിന് ശേഷം അതിലേക്ക് എണ്ണയും നെയ്യും കൂടി ആഡ് ചെയ്ത് മസാല ഐറ്റംസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് ജീരകശാലയുടെ. അപ്പം 2 കപ്പ് അരിക്ക് ഇരട്ടി വെള്ളം 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ അരിയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ റൈസും കൂടി ആഡ് ചെയ്ത് മേളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ദം ചെയ്ത് വെക്കുക. ഞാനിവിടെ പൊരിച്ച സവാളയും കാഷ്നട്ടും ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇവിടെ ആർക്കും അതത്ര പിടുത്തമില്ല. അപ്പോൾ നമുക്കിനിത് ദം ചെയ്ത് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ വോയിസ് കൊടുക്കണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് അത്ര അങ്ങ് പറയാനൊന്നും അറിയത്തില്ല. ശരിയാവുമായിരിക്കും അല്ലേ. അപ്പം ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. Stay healthy, stay tuned.